12 വർഷങ്ങൾക്ക് മുൻപ് 9 വാലുകളുള്ള ഒരു കുറുക്കൻ പെട്ടെന്ന് പ്രത്യക്ഷനായി. അത് വാലുകൾ കൊണ്ട് മലകളിൽ ആഞ്ഞടിച്ച് സമുദ്രത്തിലെ തിരമാലകളെ തീരങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ നിഞ്ച അവരുടെ ഗ്രാമങ്ങളെ രക്ഷിക്കുവാനായി പുറപ്പെട്ടു. ആക്രമണം നിർത്തി ഹോക്കാഗെ നാലാമന് വേണ്ടി കാത്തിരിക്കൂ. അത് അടുത്തുകൊണ്ടിരിക്കുന്നു. ഗ്രാമത്തിലേക്ക് കടക്കാൻ അതിനെ അനുവദിക്കരുത്. 9 വാലുകളുള്ള ആ കുറുക്കനെ ഒരു ഷിനോബി ധൈര്യസമേതം നേരിട്ടു. അയാൾ ആ മൃഗത്തെ പിടിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തളച്ചിടാനായി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു. ഈ നിഞ്ച ഹോക്കാഗെ ഫോർത്ത് എന്ന് അറിയപ്പെട്ടു. നാരൂട്ടോ, അവിടെ നിൽക്ക്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ഇത്തവണ നീ അതിരി കടന്നിരിക്കുന്നു നാരുട്ടോ. പിന്മാറിക്കോ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായോ മണ്ടന്മാരെ? എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് എന്നെ പിടിക്കാനാവില്ല. ലോർഡ് ഹോക്കാഗെ, സംഗതി വഷളാകുന്നു. എന്നെ ശല്യപ്പെടുത്താനുള്ള നിങ്ങളുടെ വേല എനിക്കറിയാം. നാരോട്ടോ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? നാരുട്ടോ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ മുഖങ്ങൾ കൊത്തിയ പാറകളിൽ കയറി. എന്നിട്ട് ഹോക്കേജിൽ മുഴുവനും കുത്തി വരച്ചിട്ടിരിക്കുന്നു. നാരൂട്ടോ, അവിടെ നിൽക്ക്. ഇതെത്ര എളുപ്പമായിരുന്നു. അത് ശരിയാണ് നാരുട്ടോ. നിങ്ങൾ എവിടുന്നാ വന്നത് യുറൂക്ക സെൻസേ? ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ക്ലാസ്സിലല്ലേ ഇരിക്കേണ്ടത്? എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് നാരുട്ടോ. കഴിഞ്ഞ പ്രാവശ്യവും അതിന് നീ ഗ്രാജുവേഷൻ ടെസ്റ്റിൽ തോറ്റിരിക്കുന്നു. നാളെ നിനക്ക് ഒരു അവസരം കൂടിയുണ്ട്. അതും നീ കളഞ്ഞു കുളിക്കുകയാണോ? നാരുട്ടോ, നീ മിസ്സാക്കിയത് കാരണം എല്ലാവരും ജുട്സു പരിവർത്തനം വീണ്ടും പരിശോധിക്കും. ശരി, സാക്കുറ തയ്യാർ. നമുക്ക് തുടങ്ങാം പരിവർത്തനം. നീ ഞാനായി മാറിയോ? കൊള്ളാം. അതെ, ഞാൻ ചെയ്തു. അതെ അതെ. സാസുക്കി, നീ അത് കണ്ടില്ലേ? അടുത്തത് സാസ്കി ഉച്ചിഹ. ഗുഡ്. അടുത്തത് നറൂട്ടോ ഉസുമാക്കി. ഇത് വെറുതെ സമയം പാഴാക്കലാണ് നാരൂട്ടോ. നിന്റെ മണ്ടത്തരങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് അറിയണ്ട. നറൂട്ടോ തകർത്തോ? പരിവർത്തനം. കുടുങ്ങി. അതെന്റെ സുന്ദരിയായ ജിറ്റ്സു ആണ്. എന്നോട് നിന്റെ വേല കാണിക്കണ്ട. ഇതാണ് നിന്റെ ലാസ്റ്റ് വാർണിംഗ്. ഈ പെയിന്റ് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുന്നത് വരെ നിനക്ക് വീട്ടിലേക്ക് പോകാനാവില്ല. സാരമില്ല, വീട്ടിൽ എന്നെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നാരുട്ടോ, ഇനി എന്താ വേണ്ടത് സെൻസേ? ഞാൻ ആലോചിക്കായിരുന്നു, ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാമെന്ന്. നല്ല ഭക്ഷണം. എന്തു പറയുന്നു? അതെനിക്കൊരു ഉഗ്രൻ പ്രചോദനം തന്നെയാണല്ലോ. ഞാനൊരു സെക്കൻഡ് കൊണ്ട് വൃത്തിയാക്കാം. എന്റർ നറൂട്ടോ ഉസുമാക്കി. നാരുട്ടോ, നീ എന്തിനാണ് ഹൊക്കാഗെ മുഖങ്ങളിൽ കുത്തി വരച്ചത്? ഹൊക്കാഗെ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. തീർച്ചയായും അറിയാം.
എല്ലാവർക്കും അറിയാം അക്കാലത്ത് അവരായിരുന്നു മികച്ച ഷിനോബി അല്ലേ, ഏറ്റവും മികച്ചവർ, തോൽപ്പിക്കാനാവാത്ത നിഞ്ച ചാംപ്സ്. ഹൊക്കാഗെ നാലാമനാണ് 9 വാലുകളുള്ള കുറുക്കനിൽ നിന്ന് ഗ്രാമത്തെ രക്ഷിച്ചത്. അദ്ദേഹമായിരുന്നു ഏറ്റവും സമർത്ഥൻ. പിന്നെ നീ എന്തിനാണ്? കാരണം ഞാൻ അവരെക്കാളെല്ലാം മികച്ചവനാവും. ഞാൻ നറൂട്ടോ ആണ്, അടുത്ത ഹൊക്കാഗെ, നിഞ്ച ലെജൻഡ്. പിന്നീട് എന്നെ തരം താഴ്ത്തുന്നത് എല്ലാവരും അവസാനിപ്പിക്കും, എന്നെ ബഹുമാനിക്കും. സത്യമാണ്. ഓ അതുപോട്ടെ, എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തരാമോ സെൻസേ? ഒരെണ്ണം കൂടി പറയാണോ? എനിക്ക് നിങ്ങളുടെ ഹെഡ് ബാൻഡ് ഒന്ന് തരാമോ? ഉടനെ തിരിച്ചു തരാം. ഓ ഇതാണോ? അത് പറ്റില്ല. അക്കാഡമിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം മാത്രമാണ് നിനക്ക് ലീഫ് ഹെഡ് ബാൻഡ് കെട്ടി ഒരു നിഞ്ചയാകാൻ സാധിക്കൂ. നാളത്തെ പരീക്ഷ നീ പാസ്സാവണം. അത് ചീറ്റിപ്പോയി. അതിനു വേണ്ടിയാണോ നീ കണ്ണട അഴിച്ചത്? എനിക്ക് ഒരെണ്ണം കൂടെ വേണം. ഇപ്പോൾ ഫൈനൽ എക്സാം തുടങ്ങാൻ പോവുകയാണ്. പേര് വിളിക്കുമ്പോൾ പരീക്ഷാ മുറിയിലേക്ക് പോകണം. ഫൈനൽ ടെസ്റ്റ് ക്ലോൺ ജുറ്റ്സുയിലായിരിക്കും. ഓക്കെ? ഓ ഇതെന്റെ മോശമായ ടെക്നിക്കാണ്. ഷേ, ഞാൻ ഒരിക്കലും ജയിക്കില്ല. ശരി, നിനക്കത് സാധിക്കും നറൂട്ടോ, നിനക്ക് സാധിക്കും. വിശ്വസിക്ക്. ക്ലോൺ ജുറ്റ്സു. നീ തോറ്റു. ഇറുക സെൻസി, അവൻ തോറ്റു. പക്ഷേ അവന്റെ നീക്കങ്ങൾ തരക്കേടില്ലായിരുന്നു. അവൻ പിടിച്ചു നിന്ന് പരിശ്രമിച്ചു. ഇത് നിഞ്ചയാവാനുള്ള അവന്റെ 3ാമത്തെ പരിശ്രമമാണെന്ന് അറിയാമല്ലോ. അവനൊരു ബ്രേക്ക് കൊടുത്ത് പാസ്സാക്കിയാലോ? മിസുക്കി സെൻസായ്, മറ്റു കുട്ടികൾ കുറഞ്ഞതും 3 ഫലപ്രദമായ അനുകരണങ്ങൾ നിർമ്മിച്ചു. പക്ഷെ നറൂട്ടോവിന് 1 മാത്രമേ നിർമ്മിക്കാനായുള്ളൂ. ഇത് കണ്ടില്ലേ? വളരെ മോശം. ഇതെനിക്ക് സ്വീകരിക്കാനാവില്ല. ഞാനിപ്പോ നിഞ്ചയായി. ആശംസകൾ. ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കിത്തരും. ഒരു സദ്യ തന്നെയായിരിക്കും. അതാ അവനെ കണ്ടോ? അതാണ് ആ പയ്യൻ. അവൻ മാത്രമാ തോറ്റതെന്നാ കേട്ടത്. അതാണ് ആ പയ്യൻ. അവൻ നിഞ്ചയായാൽ എങ്ങനെയുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കറിയുമോ, ആ പയ്യനാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ശരിയാ, ഇറൂക്ക, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ശരി. ഇറുക സെൻസി പരുക്കനാ, പക്ഷേ നിനക്കെതിരല്ല. പിന്നെ എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ? നീ സ്ട്രോങ് ആയിരിക്കണമെന്ന് അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ അവൻ നിന്നോട് സ്നേഹം കാണിച്ചാൽ അത് നടപ്പിലാക്കാനാവില്ല. അവനും നിന്നെ പോലെ തന്നെയാണ്. മാതാപിതാക്കളില്ല, കുടുംബമില്ല. പക്ഷേ ഈ പ്രാവശ്യം ബിരുദം നേടണമെന്നാണ് എന്റെ ആഗ്രഹം. ആ എന്നാ പിന്നെ ഞാനത് പറഞ്ഞേ തീരൂ. അതൊരു രഹസ്യമാണ്. അതെന്താണെന്ന് ഞാനിപ്പോ നിന്നോട് പറയാം. ഒരു രഹസ്യമാണെന്നോ? ഇറൂക്ക, എന്താണത്? ഹൊക്കാഗെ പ്രഭുവാണോ? നിന്റെ വികാരം എനിക്കറിയാം. അച്ഛനമ്മമാരുടെ സ്നേഹം അറിയാതെ നരോട്ടോയെ പോലെയാണ് നീ വളർന്നത്. കുടുംബങ്ങളില്ലാതെ. അത് അടുത്തേക്ക് വരുന്നു. ഗ്രാമത്തിന്റെ അടുത്തേക്ക് എത്താൻ അതിനെ അനുവദിക്കരുത്. എന്നെ വിട്. എന്റെ അച്ഛനും അമ്മയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇറുക സെൻസി, എഴുന്നേൽക്ക്. എന്താ? എന്തുപറ്റി? എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ പ്രഭുവിന്റെ അടുത്തേക്ക് വരണം. നരോട്ടയാണ് പ്രശ്നം. അവൻ മുദ്രവെച്ച വിശുദ്ധ ചുരുൾ മോഷ്ടിച്ചു. മുദ്രവെച്ച ചുരുൾ മോഷ്ടിച്ചെന്നോ? നോ! ഞാൻ നോക്കട്ടെ. ആദ്യത്തേത് എന്താണ്? മൾട്ടി ഷാഡോ ക്ലോൺ ജിറ്റ്സു. അതിന് വേണ്ട, എന്നെ കൊണ്ടാവാത്ത ജിറ്റ്സു ആണത്. ഹൊക്കാഗെ പ്രഭു, ഇത് ആളെ കളിപ്പിക്കലല്ല, വളരെ ഗൗരവമുള്ള കുറ്റമാണ്. ഹൊക്കാഗെ 1 മുദ്ര ചെയ്ത രഹസ്യങ്ങളടങ്ങിയ ചുരുളാണത്. നമ്മുടെ ഗ്രാമത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അത് ദുഷ്ടന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവർ നമ്മുടെ ജീവിത രീതി മുഴുവൻ നശിപ്പിക്കും. ശരി, വേഗം നരോട്ടയെ കൊണ്ടുവാ. സർ.
അവൻ എങ്ങോട്ടാ പോയത്? നരൂട്ടോ ചെയ്തത് എന്താണെന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഞാൻ അവനെ പുറത്താക്കും. അവൻ പോയാൽ എല്ലാവരും സന്തോഷിക്കും. ചുരുൾ ഞാൻ തന്നെ സൂക്ഷിച്ചു വെക്കും. എല്ലാം അവസാനിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തരക്കേടില്ല. എന്തൊരു സ്പീഡാണ് സെൻസേ. എനിക്ക് ഒരു ടെക്നിക്ക് പഠിക്കാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പരിശീലനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ ശരിക്കും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നോക്കൂ ഉറുക്ക സെൻസേ, ഞാനൊരു അടിപൊളി ജിത്സു കാണിക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ബിരുദം തരും. അതോടെ എല്ലാം ശരിയാവും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ചുരുളിലെ ജിത്സു പഠിക്കുന്നവർ ഉറപ്പായിട്ടും ജയിക്കും. നിനക്ക് ഐഡിയ എവിടെ നിന്ന് കിട്ടി? മിസൂക്കിയാണ് എനിക്കത് പറഞ്ഞു തന്നത്. സത്യമായിട്ടും ചുരുൾ ഇവിടെയാണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നും അവൻ പറഞ്ഞു തന്നു. മിസൂക്കിയോ? ഞങ്ങളുടെ ഒളിത്താവളം നീ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ അതുകൊണ്ടാണല്ലേ ഞാൻ കാര്യങ്ങൾ അറിയാതെ പോയത്. നരൂട്ടോ, ആ ചുരുൾ എനിക്ക് താ. ഒരു മിനിറ്റ്, എന്താണ് ഇവിടെ നടക്കുന്നത്? നറൂട്ടോ, ആ ചുരുൾ അവന്റെ കയ്യിൽ കൊടുക്കരുത്. അതിൽ ഈ ഗ്രാമത്തെ വലിയൊരു അപകടത്തിലാക്കുന്ന നിയമരഹിതമായ ജുത്സു ഉണ്ട്. മിസൂക്കി സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനായി ചുരുളിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുകയായിരുന്നു. നരൂട്ടോ, ഇറൂക്ക നിന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ചുരുൾ നീ സ്വന്തമാക്കുന്നത് അവന് ഇഷ്ടമല്ല. നുണ പറയുന്നത് നിർത്ത് മിസൂക്കി. നറൂട്ടോ, അവൻ നിന്നെ ചതിക്കാൻ നോക്കുകയാണ്. ആരാണ് നുണ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തരാം. വേണ്ട മിസൂക്കി. ഇത്രയും കാലം നിന്നോട് അവർ കള്ളം പറയുകയായിരുന്നു നരൂട്ടോ. 12 വർഷം മുമ്പുണ്ടായ വിധിക്ക് ശേഷം. എന്ത് വിധി? നീ ഒഴികെ മറ്റെല്ലാവർക്കും അറിയാം. ഇറൂക്ക ഇപ്പോഴും നിന്നോടത് മറയ്ക്കുകയാണ്. എന്നെ കൊടുക്കാൻ അവൻ എന്തും ചെയ്യും. എന്താണ് ഈ വിധി? മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് എന്തറിയാം? അവനോട് പറയരുത്, ഇത് വിലക്കപ്പെട്ടതാണ്. വിധി ഇതാണ്. നിന്റെ ഉള്ളിൽ 9 വാലുകളുള്ള കുറുക്കനുണ്ടെന്ന് ആരും നിന്നോട് പറയരുത്. ഈ ഗ്രാമത്തെയും ഇറൂക്കയുടെ അച്ഛനമ്മമാരെയും നശിപ്പിച്ച 9 വാലുള്ള കുറുക്കൻ നിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി. നീ ഇപ്പോൾ 9 വാലുകളുള്ള കുറുക്കനാണ്. നിർത്ത്. എല്ലാവരും നിന്റെ ജീവിതത്തിൽ നിന്ന് പലതും മറച്ചു വെച്ചിരിക്കുകയാണ്. അവർ നിന്നോട് വിചിത്രമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചേറ് പോലെ നീ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇല്ല 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 ഇല്ല. നറൂട്ടോ, അതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ളവർ നിന്നെ സ്വീകരിക്കില്ല. നിന്റെ പ്രിയപ്പെട്ട സെൻസേക്കും നിന്നോട് വെറുപ്പാണ്. ഇറൂക്ക നരൂട്ടോയെ വളർത്താൻ അവൻ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അവൻ എന്തുകൊണ്ടോ എല്ലാറ്റിൽ നിന്നും അകന്നു നിന്നു. പലരും അവനെ നോക്കുക പോലുമില്ല. നീ പോകുന്നിടത്തുള്ളവരെല്ലാം നിന്റെ നേരെ മുഖം തിരിച്ചാൽ നിനക്കെന്തു തോന്നും? അതുകൊണ്ടാണ് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പുറത്ത് കാണിച്ചില്ലെങ്കിലും അവൻ എപ്പോഴും കുടുംബത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. മനസ്സിൽ ദുഃഖിക്കുന്നുണ്ട്. നരൂട്ടോ, നീ മരിക്കണം. നറൂട്ടോ, താഴെ ഇറങ്ങ്. എന്തിന്? കാരണം നമ്മൾ ഒരുപോലെയാണ്. എനിക്കും അച്ഛനമ്മയില്ല. അതുകൊണ്ട് ആരും എന്നെ ശ്രദ്ധിച്ചില്ല. എന്നെ നോക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു. ഞാനുള്ള കാര്യം അവർ മറന്നുപോയി. എന്റെ മാർക്ക് കുറഞ്ഞു. ഞാൻ ക്ലാസ്സിലെ കോമാളിയായി. അവർ എന്നെയും എന്റെ പേര് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വെറും ക്ലാസ് വർക്ക് പോരായിരുന്നു. ഞാൻ കുരുത്തക്കേടുകൾ ചെയ്തു. അതിനുള്ള ശിക്ഷയും അനുഭവിച്ചു. അത് കഠിനമായിരുന്നു. നിന്റെ വിഷമം എനിക്കറിയാം നറൂട്ടോ. നീ തനിച്ചാണെന്നത് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ നിന്റെ കൂടെ ഉണ്ടാവണമായിരുന്നു. നിന്നെ ഞാൻ വിട്ടു. എന്നോട് ക്ഷമിക്കണം. ആരും ഇതുപോലെ കഷ്ടപ്പെടാൻ പാടില്ല. ആരും തനിച്ചാക്കപ്പെടാനും പാടില്ല. വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ. ഇറൂക്കയ്ക്ക് നിന്നോട് വെറുപ്പാണ്. 9 വാലുകളുള്ള കുറുക്കൻ അവന്റെ മാതാപിതാക്കളെ കൊന്നതുകൊണ്ട് അവൻ അനാഥനായി. ആ മൃഗം ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ അടുത്തുനിന്ന് ചുരുൾ കിട്ടാൻ അവൻ എന്തും പറയും.
നരുട്ടോ നരുട്ടോ അവൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. അവൻ ആ ചുരുൾ ഉപയോഗിച്ച് ഈ ഗ്രാമത്തോട് പകരം വീട്ടും. അവന്റെ കണ്ണിലേക്ക് നീ എന്നെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതൊരു മൃഗത്തിന്റെ കണ്ണുകളാണ്. അല്ല നരുട്ടോ, അങ്ങനെയല്ല. നീ ഒരു കോമാളിയാണ്. ഞാൻ നരൂട്ടോയെ പുറത്താക്കി ആ ചുരുൾ എടുത്തു കഴിഞ്ഞാൽ നിന്നെ തേടി വരും. അതിനെ ഞാൻ അനുവദിക്കില്ല. ഇതൊട്ടും ശരിയല്ല. മിസൂക്കിക്ക് ഭയങ്കര വായ. അവൻ നരോട്ടോയെ വിഷമിപ്പിച്ചു. ഇതുവരെ അവനത്ര വേദനിച്ചിട്ടില്ല. അതവന്റെ ഉള്ളിലെ ശക്തിയെ അഴിച്ചുവിട്ടേക്കാം. നരോട്ടോ ആ ചുരുളുമായി കളിച്ചാൽ അവന്റെ അകത്ത് തളച്ചിട്ടിരിക്കുന്ന കുറുക്കൻ എന്ന ദുഷ്ടന്റെ അടപ്പ് പൊട്ടി ആ മൃഗം പുറത്തേക്ക് വരും. അത് സംഭവിച്ചാൽ നമ്മുടെ ഗതി അതോ ഗതി. നരുട്ടോ, മിസൂക്കി പറഞ്ഞതെല്ലാം നുണയാണ്. ആ ചുരുൾ എനിക്ക് താ വേഗം. അത് കൈക്കലാക്കാൻ അവൻ വരുന്നുണ്ട്. അതൊരിക്കലും സാധ്യമല്ല. നിനക്കെങ്ങനെ അറിയാം നരുട്ടോ? അത് ഞാനായിരുന്നു. ഇറൂക്കയല്ലെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? കാരണം ഞാനാണ് ഇറൂക്ക. നീ ഒരു വിഡ്ഢിയാണ്. ആ മണ്ടനെ നീ എന്തിനാ സംരക്ഷിക്കുന്നത്? നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് അവനാണ്. നീ എന്തു പറഞ്ഞാൽ സാരമില്ല. ആ ചുരുൾ നേടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിനക്കെന്നെ തടയാൻ സാധിക്കില്ല. എന്താ മനസ്സിലായോ? നരൂട്ടോ എന്നെ പോലെയാണ്. അതെങ്ങനെയാണ്? സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനും പകരം വീട്ടാനും അവൻ ആ ചുരുൾ വേണം. മൃഗങ്ങൾ അങ്ങനെയാണ്. അവൻ ആ കോപം മുഴുവനും ചുരുളിലാക്കി എല്ലാറ്റിനെയും നശിപ്പിക്കും. വളരെ ശരിയാണ്. അത് സത്യമാണല്ലേ? യുറുക സെൻസി എന്നെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ഞാനൊരു മൃഗമാണെന്ന് അയാൾ കരുതുന്നത്. ഒരു പൊട്ടനെ പോലെ. മൃഗങ്ങൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നറൂട്ടോ അങ്ങനെയല്ല. അവൻ ഒരിക്കലും അങ്ങനെയുള്ളവനല്ല. നറൂട്ടോ ഒരു പ്രത്യേക തരക്കാരനാണ്. കഠിനാധ്വാനം ചെയ്യും, അതിൽ അതിയായി പ്രയത്നിക്കും. ചിലപ്പോൾ കാര്യങ്ങൾ വഷളാക്കും. എല്ലാവരും അവന്റെ മേൽ ചാടി വീഴും. പക്ഷെ കഷ്ടപ്പാടുകളാണ് അവനെ ശക്തമാക്കുന്നത്. അതാണ് അവനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്നതും. അതുകൊണ്ട് നിനക്ക് തെറ്റി. അവൻ 9 വാലുള്ള കുറുക്കനല്ല. അവൻ നറൂട്ടോ ഉസുമാക്കിയാണ്. കാട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഗ്രാമത്തിലെ. ഇവൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ ഇറൂക്ക? നിന്നെ പിന്നത്തേക്ക് മാറ്റിവെക്കാമെന്ന് കരുതി. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സ് മാറി. നിന്റെ കഥ തീർന്നു. എന്നാ അത് കാണണല്ലോ. നാറൂട്ടോ, തരക്കേടില്ല പീക്കിരി ചെറുക്ക. എന്റെ സെൻസയുടെ മേൽ നീ തൊട്ടാൽ നിന്നെ ഞാൻ കൊല്ലും. വെറുതെ വായിട്ടടിക്കണ്ട. ഒരൊറ്റ ചലനം കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും. നിന്നെ കൊണ്ടാവുന്നത് ചെയ്യും. അതിന്റെ 1000 ഇരട്ടി ഞാൻ നിനക്ക് തരും. എന്നാ നമുക്ക് നോക്കാം. 9 വാലുള്ള കുറുക്കന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്ക്. ഷാഡോ ക്ലോൺ ജിറ്റ്സു. നറൂട്ടോ, അവയെല്ലാം വെറും ഇല്യൂഷൻസ് ആണ്, വെറും ക്ലോൺസ് ആണ്. അവൻ എക്സ്ട്രീംലി അഡ്വാൻസ് ആയ ജുറ്റ്സുവിൽ മാസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്നെ പിടിക്ക്, നോക്കട്ടെ. എന്താണിത്? എന്തു പറ്റി? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരു ഒറ്റ ചൂട് കൊണ്ട് നീ എന്നെ നശിപ്പിക്കുമെന്ന് കരുതിയല്ലോ. വാ വാ, നീ വന്നില്ലെങ്കിൽ നിന്റെ പുറകെ ഞാൻ വരും. വേണ്ട. ക്ഷമിക്കണം, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഒന്നും പറ്റിയില്ലല്ലോ ഇറുക്ക സെൻസേ. യാ, അവൻ അസാധാരണമാണ്.
അവൻ എല്ലാ ഹൊക്കാഗേസിനെയും കവച്ചു വെക്കും. അവനെ കൊണ്ടിത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നറൂട്ടോ, ഒന്നിങ്ങോട്ട് വാ. നിനക്ക് തരാൻ ഒരു സാധനം എന്റെ കൈവശമുണ്ട്. ആർക്കും നറുട്ടോയെ കാണാനാവില്ലെന്നാണോ നീ പറയുന്നത്? തെളിവുകളൊന്നുമില്ല. അത് കഷ്ടം തന്നെ. അവനെ പുകച്ച് പുറത്ത് കൊണ്ടുവരാമോ? ആരും ഇനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഹൊക്കാഗെ പ്രഭു, ചുരുൾ സുരക്ഷിതമാണ്. നറൂട്ടോ ഉടൻ തന്നെ തിരിച്ചു വരും. സെൻസേ, എത്ര കാലമാകും? ഓക്കെ, ഇനി നിനക്ക് നിന്റെ കണ്ണുകൾ തുറക്കാം. ആ, കൺഗ്രാറ്റുലേഷൻസ്, നീ ഗ്രാജുവേറ്റ് ആയി. ഇതാഘോഷിക്കാൻ ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവാം. ഇറുക്ക സെൻസേ! വേദനിപ്പിക്കല്ലേ നറൂട്ടോ, ഇതൊരു തുടക്കം മാത്രമാണ്. നീ നിഞ്ചയായതോടെ യാത്ര വളരെ കഠിനമായിരിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ മൊമെന്റ് നശിപ്പിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് പിന്നീട് പറയാം. ഓവർ രാമൻ.